എല്ലാവർക്കും ഓൺ ദ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര കോസ്മോ ആണ്. കോസ്മോ T20 എന്ന മോഡലാണ്. ഇൻക്ലൂഡിങ് ഡ്രൈവർ 20 ആണ് സീറ്റിംഗ് കപ്പാസിറ്റി വരിക. 2014 കോസ്മോ ലോഞ്ച് ചെയ്യുന്നത്. ഇത് 2017 മോഡലാണ്. അപ്പോൾ 2014 നിന്നും എത്തുമ്പോഴും ഫ്രണ്ട് കൗൾ ഡിസൈനിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ മെറ്റീരിയൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഫൈബർ കൗളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നത് മുഴുവൻ മെറ്റൽ കൗളാണ്. അപ്പോൾ മെറ്റൽ കൗളിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. റിപ്പയറബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് റിപ്പയർ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ഓഫ് ഫൈബർ ആണെങ്കിൽ അത് ഒരിക്കൽ ക്രാക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഹെഡ്ലൈറ്റ് ഡിസൈനിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. 12 വോൾട്ടാണ് ബാറ്ററി സപ്ലൈ വരുന്നത്. നമ്മൾ ഈ ഗ്രില്ലിനെ പറ്റി പറയുമ്പോൾ ടൂത്ത്ഡ് ടൈപ്പ് ഡിസൈനാണ്. ഈ ഒരു ടൈപ്പിനെ ടൂത്ത്ഡ് ടൈപ്പ് ഗ്രില്ല് എന്നാണ് പറയുന്നത്. ഇത് മഹീന്ദ്രയുടെ ഒട്ടുമിക്ക വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഗ്രില്ലാണിത്. അതിൻ്റെ സെൻറ്ററായിട്ട് തന്നെ മഹീന്ദ്രയുടെ ഒരു ലോഗോവും കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് ഈ കൊമ്പാണ്, അതായത് എക്സ്റ്റേണലി പ്രൊജക്റ്റഡ് റിയർ വ്യൂ മിറർ. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഓണേഴ്സ് ചെയ്തതാണ്. കമ്പനിയിൽ നിന്നും നോർമൽ ടൈപ്പ് റിയർ വ്യൂ മിറേഴ്സേ ലഭിക്കാറുള്ളൂ. ഇതൊരു അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഇവിടെ കൗൾ ഡിസൈനിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഇവർ വരുത്തിയിട്ടുമുണ്ട്. ഈ ബമ്പർ പോർഷനും അഡീഷണൽ ആയിട്ട് ഇവർ ചെയ്തതാണ്. കമ്പനിയുടെ ചെറിയ റൗണ്ട് ഷേപ്പാണ് വരിക. ഈ ഒരു ഫിനിഷിംഗ് ഒന്നും ഇതിപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഫിനിഷിംഗ് വരുന്നുണ്ട്. മഹീന്ദ്ര കോസ്മോ ടൂറിസ്റ്റർ പ്രധാനമായിട്ടും 15, 20, 25, 32, 40 എന്നീ സീറ്റിംഗ് കപ്പാസിറ്റികളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ 15 സീറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഡ്രൈവറാണ്. അപ്പോൾ ഓൾ ഓവർ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 14 അപ്പോൾ 20 സീറ്റ് വരുമ്പോൾ 19 സീറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി മെൻഷൻ ചെയ്യുന്നത്. മഹീന്ദ്ര ഈ മോഡലുകൾക്ക് ഇട്ട പേര് ടൂറിസ്റ്ററിൻ്റെ T ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം സീറ്റിംഗ് കപ്പാസിറ്റി T15, T20, 25, 32 അങ്ങനെയാണ് ഈ മോഡൽ നെയിം വരുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് എഞ്ചിൻ അവൈലബിൾ ആണ്. അതായത് 15 മുതൽ 25 സീറ്റിംഗ് കപ്പാസിറ്റി വരെയുള്ളത് ഒരു എഞ്ചിനും 25 മേപ്പോട്ട് 40 വരെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റിക്ക് വേറെ എഞ്ചിനുമാണ് വരുന്നത്. അതിനനുസരിച്ചിട്ട് പവറും ടോർക്കും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. T15 to 25 കാറ്റഗറി വാഹനങ്ങളാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് 70 HP ആണ്. ടോർക്ക് 200 Nm ടോർക്കും ഉണ്ടാകും. അതേസമയം നമ്മൾ 32, 36, 40 സീറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ എൻജിൻ പവർ 115 HP ആണ് പവർ വരിക. 325 Nm ആണ് ടോർക്കും വരിക. അപ്പോൾ രണ്ടിലും വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് വേറെയും കുറച്ച് മാറ്റങ്ങളുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. 15 സീറ്റ് മുതൽ 25 സീറ്റിംഗ് വരെ ഹൈഡ്രോളിക് വാക്യൂം അസിസ്റ്റ് ബ്രേക്കാണ് വരിക. നമ്മൾ ഓയിൽ ബ്രേക്ക് എന്നൊക്കെ പറയും. അതിന് മേപ്പോട്ട് അതായത് 32, 36, 40 സീറ്റിങ്ങിനൊക്കെ എയർ ബ്രേക്ക് വിത്ത് ABS ആണ് വരിക. അത് ഡ്യുവൽ സർക്യൂട്ട് എസ്കാം എയർ ബ്രേക്സ് വിത്ത് ABS ആണ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. ഇതും ABS തന്നെയാണ്. 25 സീറ്റ് ABS ആണ്. അതിന് മേലോട്ടുള്ള 20ഉം 15 സീറ്റും നോർമൽ ബ്രേക്കാണ്. ABS ഇനേബിൾഡ് ആയിരിക്കില്ല. എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. നോർമലായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളൊക്കെ 12 വോൾട്ട് ആയിരിക്കും. ഈ വണ്ടിയും 12 വോൾട്ട് തന്നെയാണ്. 2014 മഹീന്ദ്ര ടൂറിസ്റ്റിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന രീതിയിൽ കോസ്മോ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അതായത് ലോഞ്ച് ചെയ്ത സമയത്ത് നോർമൽ സ്റ്റിയറിംഗ് ആണ് ഉണ്ടായിരുന്നത്, പവർ സ്റ്റിയറിംഗ് അല്ല. അപ്പോൾ ഇപ്പോൾ വരുന്ന ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ സീരീസിലും പവർ സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ ഒരു നോർമൽ സ്റ്റിയറിംഗ് ആയുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയായിരിക്കും. റണ്ണിങ്ങിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് ടിൽറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ആണ്. നമ്മൾ നല്ലൊരു ലോഡ് എടുത്തിട്ട് വേണം ഇങ്ങനെ തിരിക്കാൻ. അപ്പോൾ അത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗിയർ ലിവറിനെ പറ്റി പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു കാറിലുള്ള സെയിം പാറ്റേൺ തന്നെയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ടോട്ടൽ 5 ഗിയറും പ്ലസ് ഒരു റിവേഴ്സ് ഗിയർ ആണുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന നോർമൽ 5 സ്പീഡ് കാറിൽ വരുന്ന അതേ സെയിം ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മഹീന്ദ്രയുടെ ഇൻബിൽഡ് സീറ്റ് അല്ല. നമ്മളിപ്പോൾ നോർമലായിട്ട് പ്രകാശിലൊക്കെ ബോഡി ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പ് സീറ്റാണ്. അത്യാവശ്യം ഒരു വെയിലത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയം നല്ല ചൂടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു പോർഷൻ തുറന്നു കഴിഞ്ഞാലും ഞാൻ ഈ ഒരു പോർഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ കാറ്റ് പിന്നിലാണ് പോവുക. നമുക്കൊരിക്കലും പ്രൊപ്പോർഷനായിട്ട് ലഭിക്കില്ല.
അപ്പോൾ പ്രധാനമായിട്ടും ഒട്ടുമിക്ക വണ്ടികളിലും ഡ്രൈവർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇവിടെ ഒരു ഓപ്പണബിൾ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഗ്ലാസ് തുറക്കുന്നതിനറിയാം ഇത് ഇൻക്ലൈൻഡ് പോർഷനാണ്. മുമ്പിൽ നിന്ന് വരുന്ന കാറ്റ് കറക്റ്റ് ഇവിടെ തട്ടി ആ ഒരു ഇൻക്ലൈൻഡ് പോർഷനിലൂടെ ഡയറക്റ്റ് ഡ്രൈവറുടെ മേലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാറ്റ് ലഭിക്കും. അപ്പോൾ ആ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം ഈ വാഹനത്തിൽ ഉണ്ടാവില്ല. കാരണം ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് അത്രക്ക് ചൂട് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കേരളത്തിലെ റണ്ണിങ് കണ്ടീഷൻ റോഡിൻ്റെ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് സീറ്റ് ഇത് തന്നെയാണ്. കമ്പനിയുടെ ആ ഒരു എഫക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റില്ല. ഇത് ഇന്ത്യയിലെ നിരത്തുകളിൽ ഡ്രൈവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ് ചെയ്യിച്ചതാണ്. കൂടാതെ ഈ വണ്ടി മുഴുവൻ ഓൾ ഓവർ ആയിട്ട് ഒരു മേക്ക് ഓവർ തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു മോഡിഫിക്കേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതിൽ നിന്നും വളരെയേറെ വ്യത്യാസങ്ങൾ ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോസ്മോയുടെ മീറ്റർ കൺസോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. കാര്യമായിട്ട് അഡീഷണൽ ആയിട്ടൊന്നും നമ്മുടെ ഒരു കാറിൻ്റെ ആ ഒരു ടൈപ്പ് സംഭവം തന്നെയാണ് മീറ്റർ കൺസോളാണ്. നമ്മുടെ ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജും പിന്നെ ടാക്കോമീറ്ററുമാണ് ഉള്ളത്. പിന്നെ കിലോമീറ്റർ റീഡിങ്ങും ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് മനസ്സിലാകാത്ത തരത്തിലൊന്നുമില്ല. പിന്നെ ഇത് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് വാർണിംഗ് ലാംപ്സും ഉണ്ടാവും. അത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊക്കെ വാർണിംഗ് ലാംപ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടിക്ക് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഈ ക്ലസ്റ്ററിൽ നിന്നും ഇൻഡിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എടുത്തു വരേണ്ടത് ഇവിടെ കുറച്ച് സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാലുള്ള വാർണിംഗ് ലൈറ്റ് ആണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, പ്രത്യേകിച്ച് പറയണ്ട. ഇത് പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഫോക്കസ് കൺട്രോളിംഗ് ആണ്. പിന്നെ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് സ്വിച്ചസ് ഉണ്ട്. അതൊന്നും പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ തന്നെ സ്വിച്ചസ് ഒക്കെ ഇവിടെ ക്യാബിനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഫ്രണ്ട് ഗ്ലാസ് തന്നെയാണ്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വിസിബിലിറ്റിൻ്റെ ഒരു ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു പീക്ക് ഗ്ലാസ് കൂടി ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് സ്കൂൾ ബസ്, സ്റ്റാഫ് ബസ് കാറ്റഗറിയിലാണ്. അപ്പോൾ ആ ഒരു പോർഷൻ, അത് ആളുകൾ ഇറങ്ങിയിട്ട് പോകുന്നത് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ പോകുമ്പോഴുള്ള ഒരു കാണേണ്ട ഒരു പ്രൊവിഷന് വേണ്ടിയിട്ടാണ് അവിടെ പീക്ക് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. ഗിയർ കൺട്രോളിംഗ് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ആയിക്കോട്ടെ, സീറ്റിംഗ് പോസ്റ്റർ എല്ലാം കൊണ്ടും ഈ ഒരു വാഹനം സൂപ്പറാണ്. ഒരു സെഗ്മെന്റ് വൈസ് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കോസ്മോ. ഈ ഒരു പോർഷനിൽ ഹൈറ്റ് കുറച്ച് കുറവായിരിക്കും. പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ച് ഹൈറ്റ്, നമ്മുടെ എഞ്ചിൻ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ തലയോട് ഇടിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ആ ഡ്രൈവിംഗ് പോസ്റ്റിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ടേക്ക് വരേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഇവിടെ കറക്റ്റ് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർക്ക് നടന്നു വരാനുള്ള ഒരു പാസേജ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ബസ് അല്ല എന്ന് ആരും പറയില്ല. ഫാക്ടറി ഫ്രഷ് വണ്ടികൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കോസ്മോയ്ക്ക് ഡ്രൈവർ സെപ്പറേഷൻ ഒന്നുമില്ല. ഇവിടെ നല്ലൊരു TV ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രകാശിൽ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് സ്റ്റീൽ വർക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഈ ഒരു ഫ്രണ്ട് വ്യൂ വിസിബിലിറ്റി വരുമ്പോഴേക്കും ഒരു പെർഫെക്റ്റ് ഒരു പ്രകാശ് ബിൽഡ് ടൂറിസ്റ്റ് ബസിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരാൾക്ക് ഫ്രീ ആയിട്ട് നടക്കേണ്ട ഗാങ് വേ ഇവിടെയുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഇപ്പോൾ ഞാൻ ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ഒരാൾക്ക് വിസ്തരിച്ചിരിക്കാനുള്ള ഒരു സീറ്റിംഗ് വിഡ്ത്ത് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റിംഗ് വിഡ്ത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രകാശിലുള്ള അതേ ഒരു ഗാങ് വേ തന്നെ ഇവിടെയും കിട്ടും. പക്ഷേ ഇവിടെ കൂടുതലായി കമ്പനി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രാവലിംഗ് കംഫർട്ടാണ്. അതായത് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു കംഫർട്ടാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റിലിരുന്ന വളരെ കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു വരേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഇരുന്ന് കഴിഞ്ഞുള്ള ലെഗ് സ്പേസ് ആണ്. അപ്പോൾ കമ്പനിയുടെ അതേ ലെഗ് സ്പേസ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റിൽ യാതൊരു തരത്തിലുള്ള ആൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഈ ക്ലോത്ത് മെറ്റീരിയൽ ഒന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റിൽ. അതല്ലാതെ വേറെ ഒരു മാറ്റങ്ങളും ഈ സീറ്റിൽ വരുത്തിയിട്ടില്ല. ഹാൻഡ് ട്രാക്ക്, ഇപ്പോൾ നമ്മൾ ലഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് ഹാൻഡ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം നല്ലൊരു സ്പേസ് തന്നെ ലഭിക്കുന്നു. ഈ ഒരു സാധാരണ ഒരു ബസ്സിൻ്റെ ആ ഒരു ഹൈറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ആ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ബാഗൊക്കെ ഇതിൽ കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാധാരണ ടൂറിസ്റ്റ് ബസ്സുകളിൽ കണ്ടുവരുന്ന ഒരു വർക്കാണിത്. സെന്ററിൽ നിന്നും പോകുന്ന ഒരു സ്റ്റീൽ പാറ്റേണിൽ അത്യാവശ്യം നമ്മുടെ ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. ഈ ലൈറ്റിനെ പൊതുവെ നമ്മൾ ലോക്കലായിട്ട് ഫിഷ് ലൈറ്റ് എന്ന് പറയുക, ഏകദേശം ഒരു മീനിന്റെ ആകൃതിയിലുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ഫിഷ് ലൈറ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ റൗണ്ട് ലൈറ്റ് എന്നൊക്കെ പറയും. ഒരു 2016-17 സീരീസിൽ ഇറങ്ങിയ ടൂറിസ്റ്റ് ബസ്സുകളിൽ പ്രധാനമായിട്ടും ഈ ടൈപ്പ് സ്റ്റീൽ വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ഇറങ്ങിയ വണ്ടി തന്നെയാണ് ഇതും. 2017 മോഡലാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റീലിൽ നിന്നുള്ള ഒരു റിഫ്ലക്ഷൻ കൂടി ആകുമ്പോൾ വളരെ നല്ലൊരു എഫക്റ്റ്, അതായത് നമുക്കൊരു DJ ഫീലൊക്കെ നൈറ്റ് ഇതിൽ ലഭിക്കും. പൊതുവെ കോസ്മോയിൽ ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യൽ കുറവാണ്. ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ലെവലുള്ള കാര്യങ്ങളെ ആൾക്കാർ ചെയ്യാം. അതായത് റൂഫിംഗ് ഒന്നും അധികമായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാറില്ല. പക്ഷേ ഇത് കുറച്ച് പൈസ മുടക്കിയിട്ടായാലും ശരി, ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു ടൂറിസ്റ്റേഴ്സിന്റെ ഫീൽ ലഭിക്കുന്നുണ്ട്. ഇത് ചെയ്തവരെ നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അത്രയ്ക്ക് നന്നായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വാഹനത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്പീക്കേഴ്സിന്റെ എണ്ണം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ട ഈ വയറിങ്ങും ഈ ഒരു ക്ലിപ്പൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പണ്ട് സബ് വൂഫേഴ്സ് ഉണ്ടായിരുന്നു. ആർടിയുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് സബ് വൂഫർ അഴിച്ചു വെച്ചത്. ഇപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ഇല്ല. മഹീന്ദ്ര ട്രക്ക് ആൻഡ് ബസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2005-ലാണ്. എല്ലാവർക്കും അറിയാം, നേവി സ്റ്റാർ ഇന്റർനാഷണൽ US ബേസ്ഡ് ട്രക്ക് നിർമ്മാതാക്കളാണ്. അവരുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറിലൂടെയാണ് ട്രക്ക് ആൻഡ് ബസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2005. 51% മഹീന്ദ്ര ആയിരുന്നു സ്റ്റേക്ക് ഹോൾഡിംഗ് ചെയ്തിരുന്നത്. ബാക്കി 49% നേവി സ്റ്റാർ ഇന്റർനാഷണൽ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇവരുടെ ജോയിന്റ് വെഞ്ചർ ഡീമർജ് ചെയ്യുകയും മഹീന്ദ്ര ട്രക്ക് ആൻഡ് ബസ് ഡിവിഷൻ എന്ന് സെപ്പറേഷൻ വരികയും ചെയ്തു. മഹീന്ദ്രയുടെ മോഡൽ നെയിമുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാറായാലും കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലേക്ക് വരുമ്പോഴും അവരുടെ മോഡൽ നെയിമിന്റെ എൻഡ് എപ്പോഴും ഓയിലായിരിക്കും. ബൊലേറോ, സ്കോർപിയോ അങ്ങനെയുള്ള കാർ സെഗ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ട്രക്ക് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ട്രക്സോ, ബ്ലാസോ, ഫ്യൂരിയോ, നമ്മുടെ കോസ്മോ, ഒട്ടുമിക്ക മോഡലും ഓയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരു മോഡൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ പാസഞ്ചർ സെഗ്മെന്റിൽ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരും ക്രൂസിയോ. അപ്പോൾ ഇനി നമ്മുടെ കോസ്മോ അവൈലബിൾ അല്ല. BS4 കൂടി കോസ്മോയുടെ സെയിൽസ് കമ്പനി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് വെബ്സൈറ്റിൽ നോക്കിയപ്പോഴും. കൂടാതെ തന്നെ നമ്മൾ സെയിൽസ് ഔട്ട്ലെറ്റിലൊക്കെ കോൺടാക്ട് ചെയ്തപ്പോഴും അറിഞ്ഞത് കോസ്മോ ഇനി വരില്ല. ഇനി വരാൻ പോകുന്നത് ക്രൂസിയോ എന്ന മോഡലാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഈ വണ്ടി നമുക്ക് ഓടിച്ചു നോക്കണമെന്നുണ്ട്. പക്ഷേ ഈ വണ്ടി G-ഫോമിലാണ്. അപ്പോൾ വെച്ച സ്ഥലത്ത് നിന്നും അനക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നത്. ഇത് സാധാരണ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സിലും കാണുന്ന ടൈപ്പ് വീൽ കപ്പാണ്. ഇത് ഫൈബറിൽ ചെയ്തിട്ടുള്ള വീൽ കപ്പാണ്. ഇത് കമ്പനി കൊടുക്കുന്നതല്ല, ഇത് അഡീഷണൽ ആയിട്ട് ഇവർ ഫിറ്റ് ചെയ്യുന്നതാണ്. വോൾവോം അങ്ങനെയുള്ള ലക്ഷറി ബ്രാൻഡ്സ് മാത്രമേ വീൽ കപ്പ് കൊടുക്കാറുള്ളൂ. ഇന്ത്യയിലുള്ള നോർമൽ മാനുഫാക്ചേഴ്സ് ഒന്നും കൊടുക്കാറില്ല. എടുത്തു പറയേണ്ടത് ഇതിന്റെ ഗാർഡ് റെയിലാണ്. നമ്മളിപ്പോൾ പ്രകാശ് ഓജസ് ആയാലും ശരി, ഇത്രയും തടിയുള്ള ഒരു ഗാർഡ് റെയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഏകദേശം നമ്മുടെ വലിയൊരു ഗാർഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആസ് പെർ ബോഡി കോഡ് 12 സീറ്റിന് കപ്പാസിറ്റിയിൽ മേലെയുള്ള വാഹനങ്ങളൊക്കെ എമർജൻസി എക്സിറ്റ് നിർബന്ധമാണ്. എമർജൻസി എക്സിറ്റിന്റെ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെയുള്ള ഗ്ലാസ് ബ്രേക്ക് തുറക്കാവുന്ന രീതിയാണ്. അതിന് കണക്കായിട്ടുള്ള ഉള്ളിൽ നിന്നും ഒരു പാസേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റും. നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു പ്രൊഫഷണലി ടച്ച് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ലക്ഷറി ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ ഒരു റിയർ പ്രൊഫൈൽ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഡിസൈനൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം ഈ ലൈറ്റ്സോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണോ അല്ല ഒറിജിനലായിട്ടുണ്ടാവുക. ബോഡിയോട് ചേർന്നിരിക്കുന്ന ചെറിയ ടൈപ്പ് ടെയിൽ ലാംപ്സാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇവർ അഡീഷണലി ചെയ്തതാണ്. ഗ്ലാസ്സിന് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കമ്പനി വരുന്ന അതേ സെയിം ഗ്ലാസ് ചെയ്യുന്നു. കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പൊതുവെ കാണാനുള്ള ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പണബിൾ സ്റ്റോറേജ് സ്പേസ് ആണ്. അപ്പോൾ ഇത് തുറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം ഇത്രേ കൊടുത്തുള്ളൂ. ഇതിനുള്ളിൽ ഒരു അഡീഷണൽ ലാഡർ ഉണ്ടാകും. അത് വെച്ച് നമുക്ക് മുകളിലൊക്കെ കയറാൻ പറ്റും. പിന്നെ ടോപ്പ് പൊസിഷനിൽ ഒരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കമ്പനി കൊടുക്കുന്നതല്ല, ഇത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 റിഫ്ലക്ടറും ഇവിടെ റിഫ്ലക്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിൽ മോഡിഫിക്കേഷൻ വർക്ക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കമ്പനി വരുമ്പോഴുള്ള ആ ഒരു വർക്കൊന്നുമല്ല, അത്യാവശ്യം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം നമ്മൾ കാണുമ്പോൾ ഒരു നല്ലൊരു ലുക്കും ആ വർക്കുകൾ കൊണ്ട് ലഭിക്കുന്നു. കോസ്മോയുടെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വാഹന രംഗത്തെ മറ്റു പുത്തൻ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം.